ഞാനും നിങ്ങളും യഥാർത്ഥ മുസ്ലിമാണോ എന്നൊന്ന് പരിശോധിച്ച് നോക്കാം. നമുക്കൊക്കെ ആഗ്രഹമുള്ള കാര്യമാണ് യഥാർത്ഥ മുസ്ലിമാണോ അല്ലയോ എന്നുള്ളത് അറിയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യഥാർത്ഥ മുസ്ലിമാണോ അല്ലയോ എന്നത് തിരിച്ചറിയുവാനുള്ള അടയാളം കൃത്യമായി വരച്ചു കാണിച്ചിട്ടുണ്ട്. അള്ളാഹു യഥാർത്ഥ മുസ്ലിമീങ്ങളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ളവരെ, യഥാർത്ഥ മുസ്ലിമാണോ എന്നറിയുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച കാര്യം ഇമാം ബൈഹഖി റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. മൻ ലാ യഹ്തമ്മു ബി അംറിൽ മുസ്ലിമീന ഫലൈസ മിൻഹും. മുസ്ലിമീങ്ങളുടെ കാര്യം അതിങ്ങനെ ചിന്തയിലുണ്ടാവാത്ത ആൾ, അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കാത്തയാൾ, മുസ്ലിമീങ്ങളുടെ കാര്യത്തിൽ എപ്പോഴും ചിന്തയോടെ കഴിയാത്ത ആൾ, മുസ്ലിമീങ്ങൾക്ക് പ്രയാസം അനുഭവിക്കുക, അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുക, ആ സമയത്ത് ഇടപെടാനുള്ള മാനസികാവസ്ഥയിൽ ജീവിക്കാത്ത ആൾ എന്ന് ചുരുക്കി പറഞ്ഞാൽ അർത്ഥം, അങ്ങനെ ജീവിക്കാത്ത ആൾ ഫലൈസ മിൻഹും, അവൻ യഥാർത്ഥ മുസ്ലിമല്ല. മുസ്ലിമിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ വേണ്ടി ഓടി നടക്കാത്തവൻ യഥാർത്ഥ മുസ്ലിമല്ല. മുസ്ലിം എന്ന് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. അവൻ സ്വന്തം കാര്യം നോക്കുന്നു, സ്വന്തം ജീവിതം, സ്വന്തം സുഖങ്ങൾ, സ്വന്തം സമ്പത്ത്, സ്വന്തം കുടുംബം, സ്വന്തം മക്കൾ എന്നുള്ളതല്ലാതെ മറ്റുള്ള മുസ്ലിമിന് എന്തുമാവട്ടെ ഏതുമാവട്ടെ അവന് എന്തുമുണ്ടായാലും പ്രശ്നമല്ല എന്ന രൂപത്തിൽ ജീവിക്കുന്ന ചില ആളുകൾ കാണാം. അവൻ യഥാർത്ഥ മുസ്ലിമല്ലെന്ന് പറഞ്ഞത് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം മറ്റുള്ള മുസ്ലിമീങ്ങളുടെ കാര്യങ്ങളിൽ എപ്പോഴും ഇടപെടാൻ ജാഗരൂകരായിരിക്കണം, ശ്രദ്ധ ചെലുത്തണം. യഥാർത്ഥ മുസ്ലിം ആവണമെങ്കിൽ അങ്ങനെ ഉണ്ടായിരിക്കണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തുടരുകയാണ്, ഒരാൾ തൻ്റെ മതത്തിനും അള്ളാഹുവിനും റസൂലിനും പൊതുമുസ്ലിമീങ്ങൾക്കും ഗുണകാംക്ഷയോടെ അവർക്ക് ഗുണമുണ്ടാകുന്ന കാര്യങ്ങളിൽ ഇടപെടുന്നവനല്ലെങ്കിൽ, അള്ളാഹുവിനും റസൂലിനും മുസ്ലിമീങ്ങൾക്കും ഗുണമുണ്ടാകുന്ന വിഷയങ്ങളിൽ ഇടപെടുന്നവനല്ലെങ്കിൽ അവൻ യഥാർത്ഥ മുസ്ലിമല്ല. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, നമ്മളെല്ലാവർക്കും ഗുണകാംക്ഷയുള്ളവരായിരിക്കുക. അള്ളാഹുവിനും അവൻ്റെ ദീനിനും അവൻ്റെ പ്രവാചകർക്കും മുഅ്മിനീങ്ങളായ ആളുകൾക്കും എല്ലാം ഗുണകാംക്ഷയുള്ളവരായിരിക്കണം. യഥാർത്ഥ മുസ്ലിമിൻ്റെ അടയാളം ഇതാണ്. മറ്റുള്ളവർക്ക് വേണ്ടി നാം ജീവിക്കുവാൻ ശ്രമിക്കുക. അള്ളാഹു നമ്മുടെ കാര്യത്തിൽ നല്ല രൂപത്തിലുള്ള ഇടപെടലുകൾ നടത്തും. അള്ളാഹു അതിന് നമുക്കെല്ലാവർക്കും ഭാഗ്യം ചെയ്യുമാറാകട്ടെ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഈ വിലപ്പെട്ട അറിവുകൾ മറ്റുള്ളവരിലേക്ക് പകർത്തി കൊടുക്കുവാനും ബെല്ലേക്കൺ അമർത്തുവാനും എല്ലാം ഓർമ്മപ്പെടുത്തുകയാണ്. അതിനോടൊപ്പം വിലപ്പെട്ട കമൻറ്റുകളും രേഖപ്പെടുത്തുക. അള്ളാഹു സ്വാലിഹായ കർമ്മമായി